ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാം സെലക്ടീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 10th പ്രിലിംസിൻ്റെ മോഡൽ എക്സാം ആണ് നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ അടുത്ത് നടന്ന PSC പരീക്ഷകളിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനായി നൽകിയിരിക്കുന്നത്? 86-ാം ഭേദഗതിയാണ്, 86th അമെൻമെന്റ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കാൻ ഉപഭോക്താക്കളെ നിയമപരമായി അനുവദിച്ച ആദ്യ രാജ്യം? ആൻസർ എൽ സാൽവഡോർ. അടുത്ത ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? വർഷം 2006, 2006 ആണ്. കറക്റ്റ് ദിവസം മാസം വർഷം ചോദിച്ചാൽ 26 ഒക്ടോബർ 2006. അടുത്ത ചോദ്യം, പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിഡന്റിനെ അംഗങ്ങളെയും പുറത്താക്കുന്നത് ആരാണ്? പുറത്താക്കുന്നത് പ്രസിഡന്റ് ആണ്, ഇന്ത്യൻ പ്രസിഡന്റ്. ആർട്ടിക്കിൾ 317 ആണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 317, ആർട്ടിക്കിൾ 370. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് എടുത്തത്? ആൻസർ USSR. അടുത്ത ആറാമത്തെ ചോദ്യം ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തിടെ വാർത്തകൾ കണ്ട പരാഗ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പോർട്ടലാണ്? ആൻസർ വിദ്യാർത്ഥി പഠന വിലയിരുത്തൽ. അതിന്റെ ഇംഗ്ലീഷ് ആണെങ്കിൽ സ്റ്റുഡന്റ് ലേണിംഗ് അസസ്മെന്റ്. ഈ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് ഈ ഇടയ്ക്ക് നടന്ന HSA ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷ് ആയിരുന്നു. ക്വസ്റ്റ്യൻ മലയാളത്തിലോട്ടാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്, കാരണം 10th ലെവൽ എക്സാം മലയാളത്തിലായതുകൊണ്ട്. അപ്പോൾ പരാഗ് എന്ന് പറഞ്ഞ പോർട്ടൽ ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ലേണിംഗ് അസസ്മെന്റ് അഥവാ വിദ്യാർത്ഥി പഠന വിലയിരുത്തൽ. നമുക്ക് ഇനി ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു നോട്ട് നോക്കാം. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTEയുടെയാണ് പരാഗ്. പരാഗ് ഒരു പോർട്ടലാണ്. പരാഗിന്റെ ഫുൾ ഫോം നോക്കാം. P for പെർഫോമൻസ് അസസ്മെന്റ്. പെർഫോമൻസ് അസസ്മെന്റ്, റിവ്യൂ, അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഇതിന്റെ മലയാളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പരാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് അസസ്മെന്റ്, റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. അതായത് പെർഫോമൻസ് അസസ്മെന്റ് എന്ന് വെച്ചാൽ പ്രകടന വിലയിരുത്തൽ, റിവ്യൂ അവലോകനം, അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ സമഗ്ര വികസനത്തിനുള്ള അറിവിന്റെ വിശകലനം. ഇതാണ് പരാഗ് എന്ന് പറഞ്ഞാൽ. ഇത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. ഇത് സ്റ്റുഡന്റ് ലേണിംഗ് അസസ്മെന്റ് പോർട്ടലാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിലെ ക്ലോറോഫ്ലൂറോ കാർബണുകളുടെ ബഹിർഗമനം നിരോധിക്കുന്ന ആദ്യത്തെ പ്രോട്ടോകോൾ ഉണ്ടാക്കിയത്? മോൺട്രിയൽ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. ക്വസ്റ്റൻ ഒക്കെ ഇംഗ്ലീഷിലായിരുന്നു. ഇത് മലയാളത്തിലോട്ട് ആക്കിയിട്ട് അപ്പം എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ മലയാളത്തിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ? ശരിക്കും പരീക്ഷയുടെ ചോദ്യം ഇംഗ്ലീഷിലായിരുന്നു. അപ്പം നിങ്ങളപ്പോൾ നന്നായി ശ്രദ്ധിച്ചിരുന്നത് പഠിക്കുക. ഇപ്പോൾ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോട്ടോകോൾ ഏതാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ എമിഷൻ നിരോധിക്കുന്ന ആദ്യത്തെ പ്രോട്ടോകോൾ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ സൈൻ ചെയ്തത് 16 സെപ്റ്റംബർ 1987. നിലവിൽ വന്നത് 1 ജനുവരി 1989. വർഷം തിരിഞ്ഞു വരുത്. സൈൻ ചെയ്തത് 16 സെപ്റ്റംബർ 1987. ഇഫക്റ്റീവിൽ വന്നത് 1 ജനുവരി 1989. സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആണ്, ഓർക്കുക. ഇനി മോൺട്രിയൽ കാനഡയിലാണ്. ഇപ്പോൾ നന്നായിട്ട് നോക്കുക ഈ ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലായിരുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ പരീക്ഷയ്ക്കാണെങ്കിൽ അത് മലയാളത്തിലോട്ടാക്കി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 8ാം ചോദ്യം, പാർലമെന്റ് അടിസ്ഥാന ഘടന രൂപീകരിക്കുന്ന വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് കഴിയില്ല. ഇത് മലയാളത്തിലോട്ടാക്കിയതിന്റെ ചെറിയ മിസ്റ്റേക്ക് ആണ്. അതായത് പാർലമെന്റിന്റെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് കഴിയില്ല എന്ന് പറയുന്നത് സുപ്രീം കോടതി ഏത് കേസിൽ വിധിച്ചെന്നാണ് ശരിക്കും ക്വസ്റ്റ്യൻ. ആൻസർ കേശവാനന്ദ ഭാരതി കേസാണ്. അതായത് നമുക്ക് ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ശരിക്കും ഈ ക്വസ്റ്റ്യന്റെ മീനിങ്. ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പാർലമെന്റിന് കഴിയില്ല എന്ന് വിധിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ്. ഇനി വേറൊരു കേസുണ്ട്, ഗോലക്നാഥ് കേസ്. ഈ കേസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റിന് അധികാരമുണ്ട്, അതായത് ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റ് ഉണ്ടെന്ന് പറയുന്ന കേസ് ഗോലക്നാഥും, പറ്റില്ല എന്ന് പറഞ്ഞ കേസ് കേശവാനന്ദ ഭാരതി കേസുമാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചത് കേശവാനന്ദ ഭാരതി കേസാണ്. ഞാൻ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ആഡ് ചെയ്താണ് ഈ ഗോലക്നാഥ് കേസ്. അടുത്ത 9ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് സംസ്ഥാനത്താണ് തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി അവതരിപ്പിച്ചത്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി അവതരിപ്പിച്ചത്. ഈ ക്വസ്റ്റ്യന്റെ മലയാളത്തിലോട്ട് ആക്കിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ചോദ്യം ശരിക്കും ഇതാണ്, ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റാൻ ഭരണഘടന അടിസ്ഥാന ഘടന ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി അമെൻഡഡ് എന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഇനി പറയുന്നാൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഭാഗമല്ലാത്തത്, പ്രിയാമ്പിളിന്റെ ഭാഗമല്ലാത്തത്?
തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഭാഗമല്ലാത്തത് ഏതാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം. സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, ഫെഡറലിസം. ഫെഡറലിസം ആണ് ഭാഗമല്ലാത്തത്. ബാക്കി മൂന്നും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം പ്രിയാമ്പിളിൽ ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. സോവറിൻ, അതായത് പരമാധികാരം. സോഷ്യലിസം, സെക്യുലർ, മതേതരത്വം, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇത്രയും ഈ 4 വാക്കുകളാണ് പ്രിയാമ്പിളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ചോദിച്ച ചോദ്യം ഏതാണ്? പ്രിയാമ്പിളിൽ ഇല്ലാത്തത് ഏതെന്നായിരുന്നു. പ്രിയാമ്പിളിൽ ഇല്ലാത്ത വാക്ക് ഫെഡറലിസം ആണ്. ഇതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ അടുത്ത് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് മലയാളത്തോട്ട് ആറ്റിയപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ്റെ. എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.